തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, ഏത് രാഷ്ട്രീയ പാർട്ടി, അത് എത്ര ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എത്ര ചെറിയ മനുഷ്യനാണെങ്കിൽ കൂടിയും ഓരോരുത്തർക്കും ഓരോ ആത്മാഭിമാനം ഉണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അത്തരത്തിൽ മാനാഭിമാനങ്ങൾ. അതിൻ്റെയൊക്കെ കടക്കൽ കത്തി വീണ് എല്ലാ അർത്ഥത്തിലും മുഖം നഷ്ടമായി നാണക്കേടിൻ്റെ നെല്ലിപ്പലകയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇതല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ ബഹിഷ്കരണം തൽക്കാലം അണികളുടെ രോഷം ശമിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുക? അതോ നമ്മൾ തോമസ് ചാണ്ടി വിഷയത്തിൽ കണ്ടതുപോലെ അനിശ്ചിതകാലത്തേക്ക് കത്ത് ഇപ്പോൾ സർക്കാരിന് കത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കത്ത് നൽകി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് CPI പോവുകയാണോ തനേഷ്? കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ CPI പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഇന്ന് എടുത്തിരിക്കുന്ന ഒരു സമീപനം, അതായത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതിന് കാര്യകാരണ സഹിതം അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. ഒപ്പിട്ട് പോയ ഒരു പദ്ധതിയാണ്, അതിൽ നിന്ന് പിന്മാറുക അത്ര എളുപ്പമല്ല. മാത്രമല്ല 1500 കോടി രൂപയുടെ ഫണ്ട് കേരളത്തിന് അനിവാര്യമാണ്. അതില്ലാതെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പവുമല്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. CPIഎമ്മിന്റെ രാഷ്ട്രീയ തീരുമാനവും അത് തന്നെയാണ്. പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളിൽ ചർച്ചയാകാം എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ശരിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പണം വേണം. ഇനി പറയുന്ന പോലെയാണെങ്കിൽ പണത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ കേരളത്തിന് പണം വേണം. അതിന് നമ്മൾ ഈ നയനിലപാടിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നു, നയം 4 മടക്കി അലമാരയിൽ വെക്കുന്നു എന്ന കാര്യം CPIയോട് പറയാം, അത് ചർച്ച ചെയ്യാം. അപ്പോഴും CPI വിയോജിപ്പ് തുടരുകയാണെങ്കിൽ CPIയുടെ വിയോജിപ്പോടെ നമ്മൾ കേരളത്തിന്റെ നല്ല ഭാവികയെ ഒപ്പിടുന്നു എന്ന വിസ്തീർണം പറയാം. അത് കുറച്ചുകൂടി മാന്യമാണല്ലോ. ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ലോ. ഇത് പരമരഹസ്യമായി CPI മന്ത്രിസഭയിൽ ചോദിച്ചിട്ടും കേട്ടമട്ട് നടിക്കാതെ പോയി ഒപ്പിട്ടു. അതുണ്ടാക്കുന്ന ഒരു ഇമോഷണൽ ഡാമേജ്, അതുണ്ടാക്കുന്ന ഒരു ആത്മാഭിമാന നഷ്ടം CPIക്ക് എന്താണ്, അത് റെപ്പറബിൾ ആണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ CPI? തനേഷ്? തീർച്ചയായും അത് വലിയ ഒരു ഡാമേജ് തന്നെയാണ് അവർക്ക്. കാരണം അഭിമാനത്തിന് കടക്കിൽ കത്തിവെക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രത്തോളം, അതായത് CPI എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ തീരെ പരിഗണിക്കാതെ അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ട് പോകാം, ഏകപക്ഷീയമായി നടപ്പിലാക്കാം എന്നാണ് CPIഎം വിചാരിച്ചതെങ്കിൽ ഇപ്പോൾ അവിടെ തെറ്റിയിരിക്കുന്നു. അതിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും പ്രതിരോധം ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് CPI. മാത്രമല്ല തങ്ങളുടെ അമർഷം മുഴുവൻ പ്രകടിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ പല തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. നമുക്കറിയാം, സംഘടനാപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. CPIക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. കാരണം മുന്നണിക്കുള്ളിലെ തിരുത്തൽ ശക്തി എന്ന എല്ലാ കാലത്തും അഭിമാനം കൊള്ളുന്ന പാർട്ടിയാണ് CPI. അവർക്ക് ആ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വലിയ മുറവിളി CPIയുടെ കീഴടകളിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലമുണ്ട് സമ്മേളനങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കേണ്ടതുണ്ട്. അത് വളരെ സാങ്കേതികമാണ്. കാരണം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ കരാറിൽ, അത് നയപരമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങളെ ഒട്ടും വിശ്വാസത്തിലെടുക്കാതെ ഇത്തരത്തിലുള്ളൊരു തീരുമാനമായി മുന്നോട്ട് പോയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഉന്നയിക്കുന്ന വിഷയം. 2 മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ വിഷയം വന്നപ്പോഴൊക്കെ അത് പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അപ്പോഴും അതിനകത്ത് വിശദമായ ഒരു ചർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഒരു LDFലും ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നും നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ ഈ വിഷയം മറ്റന്നാളത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. അത് കത്ത് നൽകി വിട്ടുനിൽക്കുമോ, ആ വിട്ടുനിൽക്കൽ കൂടുതൽ നാടുകളിലേക്ക് വ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൗൺസിൽ ഉണ്ടാവേണ്ട തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.